ഇപ്പം എനിക്ക് കിടക്കാൻ വീടില്ല, സത്യമാണ്. ആറ്റുകാൽ അമ്മേരെ നടയിൽ നിന്ന് 10 ദിവസം കൊണ്ടിരുന്ന് ഇന്നലെയാണ് അവിടെ നിന്ന്, ഇന്ന് രാവിലെയാണ് അവിടെ നിന്ന് വീട്ടിൽ പോയത്. PMAY പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു കരാറിൽ ഒപ്പുവയ്ക്കണം. സ്വാഭാവികമല്ലേ? കേന്ദ്ര സർക്കാർ ഇപ്പൊ നിങ്ങൾക്ക് കോർപ്പറേഷൻ പണം തരണമെങ്കിൽ നിങ്ങളൊരു കരാറിൽ ഒപ്പുവയ്ക്കണ്ടേ കോർപ്പറേഷനുമായിട്ട്? അപ്പോൾ കോർപ്പറേഷൻ പറയുന്ന മാനദണ്ഡങ്ങൾ അംഗീകരിക്കണം. സ്വാഭാവികമായിട്ടും പണം തരുമ്പോൾ അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ച് നിങ്ങൾ ഒരു കരാറിൽ ഒപ്പുവയ്ക്കണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു, കേരളം ഒപ്പുവെച്ചില്ല. മേയർ പറഞ്ഞ് ഒരു അപേക്ഷ കൊടുന്ന് പറഞ്ഞു. അങ്ങനെ അപേക്ഷയിൽ എനിക്കിപ്പം ലിസ്റ്റിൽ പേര് വന്നാണ് എന്നെ ഇവിടെ വിളിച്ചാണ് ഇവിടെ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒരു 40 രൂപയാണ് അവർ തരുന്നത്. അപ്പോൾ അത് അപ്പോൾ ബുദ്ധിമുട്ടാണ്. 1 ലക്ഷം കിട്ടിയാൽ നമ്മൾ ഇതാന്ന് പറയുന്ന ബേസ്മെൻറ്റ് കെട്ടിയിട്ട് നമ്മൾ 2ാമത്തെ പൈസയ്ക്ക് അങ്ങ് ചെല്ലും. അപ്പോൾ അത് നമ്മൾ ചോദിച്ചത്. ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും പദ്ധതി വഴി വീടിന് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിലാണ് ഇപ്പോൾ വീട് വയ്ക്കാൻ നമുക്ക് ഇവിടെ നിന്ന് തരുന്നത്. അന്ന് മുന്നോട്ട് പോകാനുള്ള പോയതേപോലെ തന്നെ സ്ഥലം കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് വീടിനുള്ള ഒന്നും കിട്ടിയില്ല. ഒരുപാട് പേരോടൊക്കെ ഞാൻ കടത്തിനൊക്കെ ചോദിച്ചു, ആരും തന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോഴും വരെ അത് ആയിട്ടില്ല. ഇപ്പോൾ എനിക്ക് കിടക്കാൻ വീടില്ല, സത്യമാണ്. ഞാനും എൻ്റെ 2ാമത്തെ മൂത്ത മോനും അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്മക്ക് 2 പേർക്കും കിടക്കാൻ ഒരു ഇടയില്ല. ഞാൻ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു വീട്ടിൽ പോയി കിടക്കും രാത്രി. എൻ്റെ മോൻ ഒരു വീടില്ലാത്ത ഒരു പെരയിടത്തിൽ ആൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവരങ്ങ് വെട്ടി ഇതായി പോയപ്പോഴേ എൻ്റെ മോൻ അവിടെ ചെന്നൊരു ടാർപ്പാളം വലിച്ച് അശയിൽ ടാർപ്പാളം വലിച്ച് കെട്ടി അവിടെ കിടക്കുമായിരുന്നു. ഇപ്പോൾ അവരും ആ പെരയിടം വിൽക്കണമെന്ന് പറഞ്ഞ് അവരും അവനെ അവിടെ നിന്ന് ഇറക്കി. ഇന്നലെ മിനിങ്ങാന്ന് ഞാൻ ചെന്നപ്പോൾ അവൻ എല്ലാം കൂടെ വാരിക്കൊണ്ട് എൻ്റെ വന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇതിന് ഓടിയത്. ആറ്റുകാൽ അമ്മേരെ നടയിൽ നിന്ന് 10 ദിവസം കൊണ്ടിരുന്ന് ഇന്നലെയാണ് അവിടെ നിന്ന്, ഇന്ന് രാവിലെയാണ് അവിടെ നിന്ന് വീട്ടിൽ പോയത്. അപ്പോൾ ഇന്നലെ ഇവിടെ വിളിച്ചിരുന്നു വരണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. പറഞ്ഞായിരുന്നു. വീട് തരാം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ 40,000 രൂപ തരുമ്പോൾ നമുക്കതൊരു ചെയ്യാൻ ഒരിതില്ല, വേറൊരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ മടിച്ച് ഇപ്പോഴും ഞാൻ വിചാരിച്ചു വീട് വേണം, കൂടിയേ തീരുള്ളൂ. അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. കാരണം നമ്മളൊരു വീട്ടിൽ ചെന്ന് 10 ദിവസം കിടത്തും, പിന്നെ അവർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സ്വന്തമായിട്ടൊരു കൊച്ചു വീട് വേണം. വിവിധ വാർഡുകളിൽ നിന്നും ഒരു വീടെന്ന സ്വപ്നവുമായി ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഈ കോർപ്പറേഷന്റെ ഈ പുതിയ ഭരണസമിതി ചുമതല ഏറ്റത് 2025 ഡിസംബർ 26-ാം തീയതിയാണ്. നിങ്ങളുടെയൊക്കെ മുൻപിൽ ഞങ്ങൾ വോട്ട് തേടി വന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ജനങ്ങളോട് പറഞ്ഞിരുന്നു. പല മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഞാൻ എല്ലാത്തിലെയും കടക്കുന്നില്ല. ഈ പരിപാടിയിൽ പ്രസക്തമായ ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഞങ്ങൾ പറഞ്ഞിരുന്നത് 5 വർഷം കഴിഞ്ഞ് ഈ ഭരണസമിതി ഭരണം പൂർത്തിയാക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടും വസ്തുവുമില്ലാത്ത ഒരാളും ഉണ്ടാവുകയില്ല. എല്ലാ പേർക്കും വീട് കൊടുക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, പലരും ഞങ്ങളോട് ചോദിച്ചു, ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുന്ന വോട്ട് കിട്ടാൻ പ്രഖ്യാപിക്കുന്ന ഒരു മുദ്രാവാക്യമാണോ? എങ്ങനെയാണ് ഈ കോർപ്പറേഷനിലെ വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കാൻ ഒരു കോർപ്പറേഷൻ ഭരണസമിതി വിചാരിച്ചാൽ സാധിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു ഏകദേശ കണക്കെടുത്തിട്ടുണ്ട്. അതായത് ഒരു വാർഡിൽ വീടില്ലാത്തവരുടെ എണ്ണം, വീടും വസ്തുവും ഇല്ലാത്തവരുടെ എണ്ണം ശരാശരി 200 ഉണ്ടാവും. അത് ഏറിയും കുറഞ്ഞും ഉണ്ടാവും. ചില വാർഡുകൾ കുറച്ച് കൂടുതലായിരിക്കും, ചില വാർഡുകൾ അത്ര ഉണ്ടാവുകയില്ല. അങ്ങനെ വന്നാൽ 100 വാർഡുകളിലും കൂടി 20,000 പേരാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കണക്കിൽ ചെറിയ ഏറ്റക്കുറച്ചിലും ഉണ്ടാവാം. ഈ 20,000 പേർക്കും 5 വർഷം കൊണ്ട് വീട് കൊടുക്കുക. അതിനർത്ഥം ഒരു വർഷം 4,000 പേർക്ക് വീട് കൊടുത്താൽ ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ഈ കോർപ്പറേഷനിലെ 20,000 പേർക്കും വീട് കൊടുക്കാൻ സാധിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നം. ഈ ഡയസിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള എല്ലാവരും പരസ്പരം ആലോചിച്ചിട്ടാണ് ഈ മുദ്രാവാക്യം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ രൂപം കൊടുത്തത്. അതിനനുസരിച്ച് നിങ്ങളൊക്കെ തന്നെ ഒരു പുതിയ ഭരണസമിതി അധികാരത്തിലെത്തി ഞങ്ങളെയൊക്കെ തന്നെ ഈ കോർപ്പറേഷന്റെ ചുമതല ഏൽപ്പിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഞങ്ങളെ പഠിപ്പിക്കുന്നത്
ജനങ്ങളോടൊരു വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ സാധിക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങളെ പഠിപ്പിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഭരണം ഏറ്റെടുത്തതിന്റെ അന്നു രാത്രി തന്നെ ഞങ്ങൾ ആദ്യമായി ആരംഭിച്ച ചർച്ച ഈ കോർപ്പറേഷനിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരിടം കൊടുക്കുവാൻ വേണ്ടി ഏതു തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അതിനുശേഷം മേയർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തുള്ള ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും മേയറെ കാണുവാനുള്ള സമയം അവിടെ ഉണ്ട്. പ്രവൃത്തി ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നും ഇല്ലെങ്കിൽ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് മേയറുടെ മുറിയിലുണ്ടാകും. ആരോടും അനുവാദം ചോദിക്കേണ്ട, കാത്തു നിൽക്കേണ്ട, നിങ്ങൾക്ക് മേയറുടെ മുറിയിലേക്ക് നേരിട്ട് കടന്നു വരാമെന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം മുതൽ 100 കണക്കിന് ആൾക്കാർ അവിടെ കാണാൻ വേണ്ടി വന്നു. പല ആവശ്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടാവും, സംസാരിക്കാൻ വരുന്നവരുണ്ട്, അവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് വന്നവരുണ്ട്. അതിൽ ഈ ഇരിക്കുന്ന പല മുഖങ്ങളും ഉണ്ടായിരുന്നു. സാധിക്കുമെങ്കിൽ എനിക്ക് സ്ഥലമില്ല, വീടില്ല, സഹായിക്കണം, അല്ലെങ്കിൽ എനിക്ക് സ്ഥലമുണ്ട്, വീടില്ല, കോർപ്പറേഷൻ സഹായിക്കണം എന്ന് പറഞ്ഞു വന്ന നിരവധി പേരുണ്ട്. ഒന്ന് കൈയുയർത്താമോ ആർക്കെങ്കിലും? ആയിരിക്കുന്നവരൊക്കെ തന്നെ മേയറെ കാണാൻ വേണ്ടി 3 മണിക്കും 5 മണി ഇനിയും കൈയുയർത്താൻ പറ്റുന്ന നിരവധി അവിടെ നിന്ന് ഉയർത്തുന്നു. ഇവരൊക്കെ തന്നെ എന്നെ കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം ഒരു അപേക്ഷയും കൊണ്ട് അവിടെ വന്നവരാണ്. പലർക്കും പടി കയറാൻ, ഇവിടെ വന്നവർ തന്നെ പലരും ഊന്നുവടികളുമായിട്ടാണ് വരുന്നത്. പലർക്കും പടി കയറാൻ സാധിച്ചിട്ടില്ല. ഞാൻ താഴെ ഇറങ്ങി വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഞാൻ AC കാറിൽ കയറി പുറത്തേക്ക് വീട്ടിൽ പോവുകയായിരുന്നില്ല. അന്ന് നിങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം രാത്രികാലങ്ങളിൽ ഡെപ്യൂട്ടി മേയറുമായിട്ടും മറ്റുള്ള എന്റെ സഹപ്രവർത്തകരുമായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമായിട്ടും കോർപ്പറേഷന്റെ സെക്രട്ടറിയുമായിട്ടും ഓരോ ദിവസവും ജനങ്ങൾ മേയറോട് പറഞ്ഞ ആവശ്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. രാത്രി 11 മണി 12 മണി വരെ ഞങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം ഈ പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കി ജനങ്ങളുടെ അടുത്ത് എത്തിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയും അതിനെക്കുറിച്ചുള്ള ഗവേഷണവുമായിരുന്നു കഴിഞ്ഞ 60 ദിവസവും നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊരു പദ്ധതി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശേഷം പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ചായ വിൽപ്പനക്കാരന്റെ മകനായിട്ട് ജനിച്ചിട്ട് പട്ടിണി കിടന്നുള്ള അനുഭവമുള്ള നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ അമ്മ ഈ ഇരിക്കുന്ന പലരെയും പോലെ തൊട്ടടുത്തുള്ള വീടുകളിൽ വീട്ടുജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പണവും അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണവും അവിടെ നിന്ന് കിട്ടുന്ന വസ്ത്രവും കൊണ്ടുവന്നാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മക്കളെ വളർത്തി വലുതാക്കിയെടുത്തത്. ആ വേദന അറിഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടെടുത്ത തീരുമാനങ്ങളിലൊന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി അഴിമതിയില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കണം എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എടുത്ത തീരുമാനം. ആ നരേന്ദ്രമോദിയുടെ ഭരണത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അന്വേഷിച്ചപ്പോഴേക്കും ഒരു കാര്യം ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം നിങ്ങൾക്കൊക്കെ തന്നെ വസ്തുവുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നെ സ്ഥലം കിട്ടിയിട്ടുണ്ട്, വീട് കിട്ടുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ സാധിക്കാത്തത്. അപ്പോഴാണ് മനസ്സിലായത്, PMAY പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു കരാറിൽ ഒപ്പുവയ്ക്കണം. സ്വാഭാവികമല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കോർപ്പറേഷൻ പണം തരണമെങ്കിൽ നിങ്ങളൊരു കരാറിൽ ഒപ്പുവയ്ക്കണ്ടേ കോർപ്പറേഷനുമായിട്ട്? അപ്പോൾ കോർപ്പറേഷൻ പറയുന്ന മാനദണ്ഡങ്ങൾ അംഗീകരിക്കണം. സ്വാഭാവികമായിട്ടും പണം തരുമ്പോൾ അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ച് നിങ്ങൾ ഒരു കരാറിൽ ഒപ്പുവയ്ക്കണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു, കേരളം ഒപ്പുവെച്ചില്ല. എന്താണ് അതിൽ? ഇപ്പൊ KSRTC അതിനൊരു ചിഹ്നമുണ്ട് ഇല്ലേ, ഒരു അടയാളമില്ലേ? ആന നിൽക്കുന്ന ഒരു അടയാളമില്ലേ? സംസ്ഥാന സർക്കാരിന്റെ അടയാളമില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു എംബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു എംബ്ലം ഉണ്ട്. ആ എംബ്ലം ഞങ്ങൾ വയ്ക്കുകയില്ല എന്നുള്ള ഒരു പിടിവാശി കാരണം സംസ്ഥാന സർക്കാർ ആ കരാറിൽ ഒപ്പുവെച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് വീട് വയ്ക്കുവാൻ തരാനുള്ള പണം കേന്ദ്ര സർക്കാരിന്റെ ഷെയർ കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലുണ്ട്. സംസ്ഥാന സർക്കാരിന് തരാനുള്ള പണം ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്ന പണം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന് നിങ്ങൾക്ക് തരുവാനുള്ള ഷെയർ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഖജനാവിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ വസ്തുവുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു തീരുമാനമെടുക്കുവാൻ 6-7 വർഷം ഒരു സർക്കാർ അവരുടേതായ കാരണം കൊണ്ട് ആ തീരുമാനമെടുക്കാൻ വൈകുമ്പോൾ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരൻ കടത്തിണ്ണയിൽ ഉറങ്ങേണ്ടി വരുന്ന സാഹചര്യം വരുന്നു. അവനവന്റെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാത്രി കാലഘട്ടങ്ങളിൽ കടത്തിണ്ണയിൽ ഉറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നു. ഞങ്ങൾ BJP നേതൃത്വം കൊടുക്കുന്ന, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷന്റെ ഒരു ഭരണസമിതിക്ക് അത് കണ്ടുകൊണ്ടൊരു ദിവസം പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വീട് തരണമെന്നുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയത്.
ഞങ്ങളോട് പലരും ചോദിച്ചു എങ്ങനെ പണം കൊടുക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, പണം ഞങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ തരാനുള്ള മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ തരേണ്ട വിഹിതം ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ബാക്കിയുള്ള പണം വിവിധ ഘടകങ്ങളിൽ നിന്നും ശേഖരിച്ച് ഞങ്ങൾ കൊണ്ടുവരും. പലരും ചോദിച്ചു, പ്രധാനമന്ത്രിയെ കാണാൻ നിങ്ങളൊക്കെ ഡൽഹിയിലേക്ക് പോയി, എന്താ കിട്ടിയത്? ഞാൻ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ നിങ്ങളോട് അഭിമാനത്തോടെ പറയട്ടെ, ഞങ്ങളൊക്കെ തന്നെ ട്രെയിനിൽ കയറി ഡൽഹിയിൽ പോയി 5-6 ദിവസം അവിടെ നടന്ന പ്രധാനമന്ത്രിയെയും വിവിധ കേന്ദ്രമന്ത്രിമാരെയും കണ്ടത് നിങ്ങൾക്കൊക്കെ തന്നെ വീട് വച്ചു തരുവാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പണം സമ്പാദിക്കുവാനായിരുന്നു. അതിൽ കുറെയൊക്കെ മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വെറുതെ പോയതല്ല ഡൽഹിയിൽ. നിങ്ങളുടെയൊക്കെ വാർഡുകളിലേക്ക് 100 മെഡിക്കൽ സ്റ്റോർ വരാൻ പോവുകയാണ്. ഒരു വാർഡിൽ പകുതി വിലയ്ക്ക് മരുന്ന് കിട്ടുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ വരാൻ പോവുകയാ. 1000 രൂപയ്ക്ക് ഇപ്പോൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ പിന്നീട് ഇനി ആ മെഡിക്കൽ സ്റ്റോർ വന്നു കഴിഞ്ഞാൽ 500 രൂപ കൊടുത്താൽ മതി. 1000 രൂപയ്ക്ക് നടത്തുന്ന രക്തപരിശോധന 500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, പകുതി വിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കുകൾ വരികയാണ് നിങ്ങളുടെ വാർഡുകളിലേക്ക്. ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയത്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, സംസ്ഥാന സർക്കാർ ഒരു കരാറിൽ ഒപ്പിടാത്തത് കൊണ്ട് നിങ്ങൾക്കൊന്നും വീട് കിട്ടുകയില്ല എന്നുള്ള ദിനങ്ങളായിരുന്നു മുമ്പുണ്ടായിരുന്നെങ്കിൽ അത് മാറിയിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഈ ഭരണസമിതി എടുത്തിരിക്കുന്ന തീരുമാനം, ഇപ്പോൾ കോർപ്പറേഷനിൽ നിലവിലുള്ള ഏകദേശം ഒരു 2000 പേരുടെ ലിസ്റ്റ് ഉണ്ട്. അവർക്കൊക്കെ തന്നെ വിവിധ ഘട്ടങ്ങളിലായി സ്ഥലം ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കണം, വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർക്കൊക്കെ തന്നെ നേരത്തെ സ്ഥലം ലഭിച്ചവരാണ്. അവരുടെ പട്ടിക കോർപ്പറേഷനിൽ നിലവിലുണ്ട്. ഈ ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കിയ പട്ടികയാണ്. ആ പട്ടികയുണ്ട്. ആ പട്ടികയിലുള്ള ആൾക്കാരെയാണ് ഇന്ന് വിളിച്ചിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ ഗുണഭോക്താക്കളാക്കി തിരഞ്ഞെടുത്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഈ ഉദ്ഘാടനത്തിന് ശേഷം എല്ലാവർക്കും ഇവിടെ നിന്നും തരും. അവർ കൗണ്ടർ അനുസരിച്ച് വാങ്ങിയിട്ട് പോകണം. അതിനുശേഷം കുറച്ച് ഗവൺമെന്റ് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുവാനുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്കത്തെ കൗൺസിൽ കഴിഞ്ഞാൽ തുടങ്ങുകയാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ എഗ്രിമെന്റ് വെച്ച് ആദ്യഘട്ടം പണം നിങ്ങൾക്ക് അനുവദിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും, അതായത് അതിനെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യ ഗഡു പണം നിങ്ങൾക്ക് തരാൻ വേണ്ടി പണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ അക്കൗണ്ടിൽ റെഡിയായി കഴിഞ്ഞു. ഈ നടപടിക്രമങ്ങൾക്ക് എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തന്നാൽ ആ മഴ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യം ഘട്ടം പണി തുടങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തരുവാനുള്ള കഠിനാധ്വാനത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ. ഇനി 1-2 കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ഇപ്പൊ വന്നപ്പോഴേക്കും ഒരു ചേച്ചി അവിടെ, ഒരു ചേച്ചി മുഖം ഞാൻ ഓർക്കുന്നില്ല, എഴുന്നേറ്റ് പറഞ്ഞു, സാറേ അവിടെ എണിക്കണ്ട തരുമെന്ന് പറഞ്ഞ പൈസ കൊണ്ടൊന്നും ആവുകയില്ല, 10 ലക്ഷം രൂപ കൊണ്ടൊന്നും ആവുകയില്ല, അങ്ങനെ പ്രതീക്ഷിക്കണ്ട. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെ പ്രതീക്ഷിക്കണ്ട. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അതിലപ്പുറം 1 രൂപയും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും സ്വപ്നവും ആർക്കും വേണ്ട. മനസ്സിലാക്കണം. അങ്ങനെയുള്ള നിങ്ങൾ അന്വേഷിക്കുക. പ്രധാനമന്ത്രി ആവാസ്, ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുമായിട്ടായിരിക്കും നിങ്ങളോട് മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി ആവാസ്, നിങ്ങൾക്കൊക്കെ സ്ഥലമുണ്ട്, സ്ഥലം പോലും ഇല്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇനി അവരെ കാര്യം നോക്കണം. അപ്പോ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ലഭിച്ച തുക ലഭിക്കും. ആ തുക ഉപയോഗിച്ചുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ കൗൺസിലറെ ബന്ധപ്പെടാം. സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് തുകയായിട്ട് സമാഹരിക്കാം, ഉൽപ്പന്നങ്ങളായിട്ട് സമാഹരിക്കാം. അങ്ങനെ സമാഹരിച്ചുകൊണ്ട് മിനിമം നമുക്ക് കയറി കിടക്കാൻ ഒരിടം മാത്രമാണ്. ഇതൊരു കോർപ്പറേഷൻ ചെയ്യുന്നതാണ്, കേരളത്തിൽ വേറെ ആരും ചെയ്യുന്നില്ല. മനസ്സിലാക്കണം. ഓരോ വ്യക്തികളും പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് 2000 പേരുടെ കാര്യമാണ് ഇപ്പോൾ നോക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ വീണ്ടും 18000 പേര് ക്യൂവിലുണ്ട്. ഞങ്ങൾക്ക് അവരുടെ കാര്യം നോക്കണം. അപ്പൊ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു ചെറിയ ആശ്വാസം. അതുകൊണ്ട് പിന്നെ ആരോ ഇപ്പൊ പറഞ്ഞു, വീട്ടിലുള്ള കുറച്ച് പ്രാരാബ്ദമൊക്കെ എൻ്റെ പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും, ആ പ്രാരാബ്ദം തീർക്കാനൊന്നും ഈ പണം ഉപയോഗിക്കരുത്. ഈ പണം വീട് വയ്ക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഒരു ചില്ലിക്കാശ് പോലും അതിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കരുത്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പൈസ തരുന്നത്. ഓരോ ഘട്ടവും പൈസ തരുമ്പോൾ കൃത്യമായിട്ട് കോർപ്പറേഷൻ മോണിറ്റർ ചെയ്യും. അതായത് നിങ്ങൾ പണം ചെലവാക്കാൻ വേണ്ടി എന്തൊക്കെയാണോ കോർപ്പറേഷനിലെ
ഭവനം നിർമ്മാണ പദ്ധതിയുടെ സെക്ഷനിൽ നിന്നും പറയുന്നത് അക്കാര്യങ്ങൾ ചെയ്യണം. ആദ്യഘട്ടം ഫൗണ്ടേഷനാണ് പറയുന്നത്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ഷനാണ് തീരുമാനിക്കേണ്ടത്. ആ ഘട്ടമാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തു എന്ന് ഉറപ്പ് വന്നാലേ രണ്ടാം ഘട്ട പണം അനുവദിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞതിനർത്ഥം ഈ പണം അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് പഴയ കടം തീർക്കാനോ വേറെ എവിടെയെങ്കിലും കച്ചവടം നടത്താനോ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം പണം കിട്ടില്ലെന്ന് മാത്രമല്ല, എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തിരിച്ച് ഈടാക്കാനുള്ള നടപടിയും സ്വീകരിക്കണമെന്നാണ് എനിക്ക് നിയമ വിദഗ്ധരോട്, കോർപ്പറേഷൻ നിയമകാര്യം കൈകാര്യം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്. മാത്രവുമല്ല, പിന്നെ നിങ്ങൾക്ക് വീട് കിട്ടുവാനുള്ള അർഹതയും നഷ്ടപ്പെടും. ആ ലിസ്റ്റിൽ നിന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾ തിരസ്കരിക്കപ്പെടും, നിങ്ങൾക്ക് നൽകിയ സമയത്ത് അത് ചെലവാക്കി ആ പണി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഈ സ്ഥലം വാങ്ങിയ സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായതിനു ശേഷം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ആശ്രയിച്ചിട്ടുള്ള പലരും തന്നെ ഉചിതമായ സ്ഥലമല്ല ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളത്. ഉചിതമായ സ്ഥലമല്ല. പലരും പറഞ്ഞു, ചിലർ പറഞ്ഞു, സാറേ ആ സ്ഥലം എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് എഴുതി തന്ന് പ്രമാണവും കൊണ്ട് കരം തീർക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത്, പോക്കോറ് ചെയ്യാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് സ്ഥലം ഇപ്പുറത്താണെന്ന്. അവിടെ കുറച്ച് വെള്ളം കെട്ടലുണ്ട്, എനിക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ പോലും പൈസ ചെലവാകുന്നു. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അക്കാര്യങ്ങൾ എല്ലാത്തിലും തന്നെ കോർപ്പറേഷനോ മേയർക്കോ ഡെപ്യൂട്ടി മേയർക്കോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാർക്കോ ഒന്നും വന്ന് ഇടപെടാൻ പറ്റില്ല. അതൊക്കെ തന്നെ അവിടുത്തെ കൗൺസിലറുടെ ആരുടെയൊക്കെ സഹായത്തോടുകൂടി നിങ്ങൾ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് പരിമിതിയുണ്ട് കാര്യങ്ങൾ. നാളെ വന്ന് നമ്മളോട് പരാതി പറഞ്ഞ കാര്യമില്ല. ഞങ്ങൾ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോയി സംസാരിച്ച്, ഗവൺമെന്റുമായിട്ടൊക്കെ സംസാരിച്ച് സാധിക്കുന്ന പണം, PMAയിൽ കൊടുത്ത പണം നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ മാധ്യമപ്രവർത്തകർ ഒരു കാര്യം കൂടി പറയാം. ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമോ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധ്യമാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ലഭിച്ചില്ല എന്ന് കരുതിയിട്ട് പദ്ധതി മുടങ്ങുകയില്ല. ലഭിക്കുമെങ്കിൽ അത് വലിയ സന്തോഷം, ഞങ്ങൾ ലഭിക്കുന്നതിന് തടസ്സപ്പെടുത്തില്ല, ഞങ്ങൾ സന്തോഷമാണ്. പക്ഷേ ആ പണം ലഭിച്ചില്ലെങ്കിൽ, ഇനിയിപ്പോൾ നാളെ സംസ്ഥാന സർക്കാർ തീരുമാനം മാറ്റി പദ്ധതിയിൽ ഒപ്പിട്ടിട്ട് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഷെയർ വരുന്നിരിക്കട്ടെ, ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇനി അത് വന്നില്ല, ഒപ്പിട്ടില്ല എന്ന് കരുതിയും ഈ ഇരിക്കുന്നവരുടെ പദ്ധതി മുടങ്ങുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ച് നോക്കുക. ചുമതലയിൽ വന്നു, ഞങ്ങൾ ഭരണത്തിൽ വന്നു, ആദ്യത്തെ ഒരു 30 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ആ സമയത്താണ് ആറ്റുകാൽ പൊങ്കാല. ലോകപ്രശസ്തമായ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിലായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഉദ്യോഗസ്ഥരൊക്കെ ലീവായിരുന്നു, പലരും ലീവായിരുന്നു. ഇന്നാണ് എല്ലാവരും വന്നു തുടങ്ങിയത്. പിറ്റേ ദിവസം ബഡ്ജറ്റ് 25-ാം തീയതി പ്രഖ്യാപിക്കുന്നു. മാർച്ച് 5-ാം തീയതി ആയപ്പോ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരികയാ. പരമാവധി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എഗ്രിമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പണം തരുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഇത്രത്തോളം ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയെ കുറിച്ച് നിങ്ങൾക്ക് വിലയിരുത്താം. നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കുവാൻ നൽകിയ വോട്ടവകാശം ഒന്നുപോലും പാഴായിട്ടില്ല. അർഹതയുള്ളവരെ തന്നെയാണ് തിരുവനന്തപുരത്ത് നിങ്ങൾ ഭരണമേൽപ്പിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ പോകാം. ഇവിടെ നിലവിളക്ക് തെളിച്ചപ്പോഴേക്ക് എൻ്റെ മനസ്സിൽ വന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടനമല്ല, മറിച്ച് ഈ ഇരിക്കുന്ന 2000 പേരുടെയും വീടിന്റെ പാലുകാച്ചിന്റെ നിലവിളക്കാണ് ഇവിടെ തെളിച്ചത് എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനമായിട്ട് പ്രഖ്യാപിച്ചു നിർത്തുന്നു. വന്ദേ മാതരം.